ഋഷഭ മോഹൻലാലിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം പാൻ ഇന്ത്യൻ സിനിമ ഡിസംബർ 25-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യുന്ന സിനിമ, കൃത്യം ക്രിസ്മസിന്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം മോഹൻലാൽ ഒരുപാട് നാളിന് ശേഷം, ഇപ്പം മരിക്കാനൊക്കെ ശേഷം, ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഇത്. രണ്ട് കാലഘട്ടത്തിലുള്ള സിനിമയാണ്. നമുക്ക് ഇന്നത്തെ ട്രെയിലറോട് വളരെ വ്യക്തമാണ്. ആധുനിക കാലഘട്ടവും പുരാതന കാലഘട്ടമൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ആ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു എവിടെയൊക്കെ ഒരു ഡയലോഗുകളിലൊക്കെ ഒരു നാടകീയത തോന്നും. അതുപോലെ തന്നെ എനിക്കത് ആറാട്ടിനകത്ത് സെയിം ആക്ഷൻ സീക്വൻസ് അതുപോലെ എടുത്തു വെച്ചേക്കുന്ന പോലെ തോന്നും. പിന്നെ മോഹൻലാലിൻ്റെ ഒരു ഹിറ്റ് പടത്തിനകത്ത് ഡയലോഗ് അതുപോലെ. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയത്തില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം ആ പൈസ മുടക്കിയുള്ള അതിൻ്റെ ട്രെയിലർ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. VFX-നായാലും അതിൻ്റെ ലൊക്കേഷനായാലും ഒക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അന്നേരം ഈ സിനിമ വിജയിച്ചാൽ അതൊരു പാൻ ഇന്ത്യൻ തൂക്ക് തന്നെ ആയിരിക്കും എന്നുള്ള സംശയം വേണ്ട. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് പേഴ്സണലായിട്ട് മോഹൻലാൽ ഇങ്ങനെയുള്ള ചരിത്ര വേഷങ്ങൾ ചെയ്യുമ്പം ഒരു മോഹൻലാൽ അത്രയും അതിഗംഭീരമായിട്ട് ചെയ്ത് അങ്ങനെ വിജയിപ്പിക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ മരക്കാറാണെങ്കിലും കടത്തനാടൻ അമ്പാടിയൊക്കെ ആണെങ്കിൽ പോലും ഒരു രാജാവിൻ്റെ അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ മോഹൻലാൽ ഒരു പരിമിതിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഋഷഭ ഇതിനെല്ലാം മറികടക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഗംഭീരമായിട്ട്. കാരണം മോഹൻലാലിൻ്റെ വർഷമാണ് 2025 സംശയം വേണ്ട. അന്നേരം ഋഷഭ 2025 നിർത്തുമ്പം ഒരു പാൻ ഇന്ത്യൻ തൂക്കേടി പ്രതീക്ഷിക്കുന്നു.